കുട്ടനാടിന്റെ ചരിത്രവും വർത്തമാനവും എന്ന സെക്രട്ടറി ശ്രീ രമേഷ് കുമാർ, ശ്രീ ഫ്രാൻസിസ് നോറ, ശ്രീമതി ഗിരിജ സേതുന്നു, ശ്രീ സലിം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം എന്നിങ്ങനെ 5 ജില്ലകളിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് എത്തിച്ചേരാൻ ഈ പ്രദേശമുള്ള വലിയ താല്പര്യത്തോടുകൂടി പ്രക്ഷേപണത്തെക്കാൾ ആകാശവാണി എന്ന് വിളിക്കുന്ന മാധ്യമത്തിന്റെ ചരിത്രം അവിടെ മുതലാണ് ആരംഭിക്കുന്നത്. അതിന് മുമ്പേ സംസാരിച്ച ആളാണ് വളരെ പ്രിയങ്കരനായ ഈ സംഘാടനത്തിനൊക്കെ ആകാശവാണി സുമ. ഇങ്ങനെ ആകാശവാണി ഞാൻ ആരെങ്കിലും വിട്ടുപോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആകാശവാണിയിൽ വലിയ പങ്കും വസിക്കുന്നതെന്നും അവർക്ക് കേൾക്കാവുന്ന വിധത്തിൽ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടികൾ നടത്തണം എന്ന് ഒരു സജഷൻ വന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾ കഴിഞ്ഞ 7 പരിപാടികളും ഈ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൻ്റെ പ്രദേശങ്ങളായ 5 ജില്ലകളിൽ പല സ്ഥലങ്ങളിലായി നടത്തിയത്. നമുക്കറിയാം, എൻ്റെയൊക്കെ കൊച്ചിലെ 6 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ നമ്മളെല്ലാം റേഡിയോയുടെ മുന്നില്ല. ചലച്ചിത്രകാലം ഇല്ലേ, 6 മണി നമ്മൾ കറക്റ്റായിട്ട് ഓർമ്മിക്കുക. അത് എത്ര പഠിത്തമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ മുന്നിലുണ്ട് 6 മണി. പല കഥാപ്രസംഗങ്ങളും നാടകങ്ങൾ ഇന്നും മനസ്സിൽ നിൽക്കുന്ന ഇല്ലേ, മറ്റ് ഒരുപാട് നാടകങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ആകാശവാണിയിൽ കൂടി വരുന്ന നാടകങ്ങൾ ഇന്നും മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് ചിന്തകൾ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊന്നും എൻ്റെ മനസ്സിലേക്ക് കൂടി വന്നു. ഒരു കാലത്ത് നമുക്ക് ഉത്തേജനവും പ്രചോദനവും തന്നിരുന്നത് ആകാശവാണി തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു കാലത്ത് നമ്മുടെ എല്ലാം ആശ്രയം അതായിരുന്നു. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ അല്ലേ, ഒരുപാട് മാധ്യമങ്ങളും അതുപോലെ TV ചാനലുകളും സംവിധാനങ്ങളും ഹൈടെക് ഇൻഫോർമേഷൻ ടെക്നോളജികളൊക്കെ വന്നപ്പോൾ ഇതെല്ലാം പുറകോട്ട് പോയി.